41-ാമത്തെ ചോദ്യം, അൽ ജാമിഅത്തുല്ലതി ഉരിഫത്ത് ബി അസ്ഹറിൽ ഹിന്ദ്. ഇന്ത്യയിലെ അസ്ഹർ എന്നറിയപ്പെടുന്ന സർവകലാശാല ഏതാണ്? ദാറുൽ ഉലൂം ദിയോബന്ദ്. 42 മുഅല്ലിഫു കിതാബി റിജാലു സിന്ധി വൽ ഹിന്ദ്. റിജാലു സിന്ധി വൽ ഹിന്ദ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അൽ മുബാറക് ബൂരി എന്നിവരാണ്. 43 ഔവലു സ്വഹീഫത്തി അറബിയത്തി ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ആദ്യത്തെ അറബി പത്രം ഏതാണ്? അൻ നഫഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം. 44 അൽ അദീബുൽ മുഹദ്ദിസുല്ലദി അല്ലഫ ബിൽ അറബിയ്യത്തി വൽ ഫാരിസിയ്യത്തി മിൻ അഷ്ഹരി ആഥാരിഹി മദാരിജുൻ നുബുവ. അറബിയിലും പേർഷ്യനിലും ഗ്രന്ഥങ്ങൾ രചിച്ച പ്രസിദ്ധനായ പണ്ഡിത സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതികളിൽ ഒന്നാണ് മദാരിജുൻ നുബുവ. അദ്ദേഹം ആരാണ്? അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി. 45 സ്വാഹിബു ലഖബി ഷാഇറിൽ ഇസ്ലാം വ ഫൈലസൂഫി അശ്ശർഖി. ഇസ്ലാമിൻ്റെ കവിയും കിഴക്കിൻ്റെ തത്വചിന്തകനും എന്ന സ്ഥാനപ്പേരുള്ള ആളാരാണ്? മുഹമ്മദ് ഇഖ്ബാൽ. 46 സ്വാഹിബു കിതാബി ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഷാഹു വലിയുല്ലാഹി ദഹ്ലവി. 47 അൽ മജല്ലത്തുല്ലത്തി തസ്ദറു മിൻ മജ്ലിസിൽ അലാഖാത്തി അസ്സഖാഫിയ്യത്തിൽ ഹിന്ദിയ. ഇന്ത്യൻ സാംസ്കാരിക ബന്ധ കൗൺസിലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏതാണ്? സഖാഫത്തുൽ ഹിന്ദ്. 48 മുഅസ്സിസു ജാമിഅത്തി ദാരുസ്സലാം ഉമർ ആബാദ്. ഉമർ ആബാദിലെ ദാറുസ്സലാം സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? കെ മുഹമ്മദ് ഉമർ. 49 തഖഉ ദാഇറത്തു അൽ മആരിഫ് അൽ ഉസ്മാനിയ. ദാഇറത്തുൽ മആരിഫ് അൽ ഉസ്മാനിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫി ഹൈദരാബാദ്. 50-ാമത്തെ ചോദ്യം, സാഹിബു കിതാബിൽ ഹിന്ദ് തളുഫറു ബിൽ ഇസ്തിഖ്ലാൽ. അൽ ഹിന്ദ് തളുഫറു ബിൽ ഇസ്തിഖ്ലാൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അബുൽ കലാം ആസാദ്.